കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ കേരം തിങ്ങും കേരള നാട്ടിൽ വളരെ മധുര മനോഹര മനോജ്ഞമായ ഒരു ജനത ഉണ്ടാകേണ്ടിയിരുന്നു. ഭാരതമെന്ന് കേട്ടാൽ അഭിമാനം തോന്നണമെന്നും കേരളമെന്ന് കേട്ടാൽ ചോര തിളയ്ക്കണമെന്നൊക്കെ പറയുന്ന പാട്ടുകളെന്ന് തന്നെയുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ മലയാളി സമ്പൂർണ്ണ സാക്ഷരരാണെങ്കിലും ആയുസ് സൂചികയിലും ആരോഗ്യ സൂചികയിലും ഒന്നാം സ്ഥാനത്താണെങ്കിലും മനോഭാവത്തിൽ പിന്തിരിപ്പന്മാരാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഏത് പദ്ധതി വന്നാലും, സർക്കാരിൻ്റെ ഏത് ഗുണകരമായ പദ്ധതി വന്നാലും അതിൽ വിവാദം കണ്ടെത്തി അതിൽ ആഘോഷിക്കുന്ന ഒരു ജനതയാണ് നമ്മൾ. ഇന്നലെ കേരളത്തിലെ സ്ത്രീജനങ്ങളിൽ സാധാരണ 7 ലക്ഷത്തോളം സ്ത്രീകളാണ് ഈ ബസ്സുകളിൽ സഞ്ചരിക്കുന്നതെങ്കിൽ, ഓർഡിനറി ബസ്സുകളിൽ പോകുന്നത്. ഇന്നലെ 13 ലക്ഷത്തിലധികം വരുന്ന 14 ലക്ഷത്തോളം വരുന്ന സ്ത്രീകൾ സൗജന്യമായി ഇന്നലെ രാവിലെ 9 മണിക്ക് ശേഷം ബസ്സിൽ സഞ്ചരിച്ചു. എന്തൊക്കെ അബദ്ധങ്ങളാണ്, എന്തൊക്കെ ട്രോളുകളാണ്, എന്തൊക്കെ തോന്നിവാസങ്ങളാണ് ഓരോരുത്തരും വിളിച്ചു പറഞ്ഞത്. BJP പറയുന്നു എല്ലാ ബസ്സിലും കൊടുത്തില്ലെങ്കിൽ ഇത് നടപ്പിലാക്കാൻ പറ്റില്ല എന്ന്. തമിഴ്നാട്ടിൽ എല്ലാ ബസ്സിലും കൊടുക്കുന്നുണ്ടോ? കർണാടകത്തിൽ എല്ലാ ബസ്സിലും കൊടുക്കുന്നുണ്ടോ? BJP ഭരിക്കുന്ന എത്ര സംസ്ഥാനങ്ങളിൽ കൊടുക്കുന്നു? അതാണ് BJP ഉത്തരം പറയേണ്ടത്. CPM-നെ സംബന്ധിച്ചിടത്തോളം അവർ കുറച്ചുകൂടി കടന്നാണ് ചിന്തിക്കുന്നത്. ഇത് തട്ടിപ്പാണ്, ഉഡായിപ്പാണ്. അതിനിടയിൽ ഇന്നലെ ശ്രീമതി ടീച്ചർ ഒരു തള്ളു തള്ളി. അത് വലിയൊരു 1.5 തള്ളായിരുന്നു. ഇന്നലെ രാവിലെ 9 മണിക്കായിരുന്നു ഉദ്ഘാടനം. അപ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് ചാനലിലൊക്കെ വന്നത് ഇന്നലെ 9 മണിക്ക് ശേഷമേ എന്തുള്ളൂ ഈ സൗജന്യമുള്ളത്. അപ്പോൾ ശ്രീമതി ടീച്ചർ ധരിച്ചത് എല്ലാ ദിവസവും 9 മണി മുതൽ 6 മണി വരെ വൈകുന്നേരം വരെ സൗജന്യമുള്ളൂ. അങ്ങനെ പാടില്ല. 9 മണിക്ക് കൊടുത്താൽ പോരാ. രാവിലെ എല്ലാവരും 6 മണിക്കൊക്കെ ബസ് പഴയങ്ങാടി, അവരുടെ നാടായ പഴയങ്ങാടി നിന്നൊക്കെ ആളുകൾ ജോലിക്ക് പോകുന്ന തൊഴിലാളികളും വനിതാ ജീവനക്കാരും 6 മണിക്കൊക്കെ പോകും. അതുകൊണ്ട് 6 മണി മുതൽ 6 മണി വരെ കൊടുക്കണമെന്ന്. അപ്പോഴാണ് പത്രപ്രവർത്തകർ പറഞ്ഞത്, മാഡം അങ്ങനെയല്ല, ഇന്നൊരു ദിവസത്തേക്ക് ഉദ്ഘാടനം നടക്കാത്തതുകൊണ്ട് 9 മണി മുതൽ ഉദ്ഘാടനം കഴിഞ്ഞ് ബാക്കി എല്ലാ ദിവസവും 24 മണിക്കൂറും കിട്ടുമെന്ന് പറയുമ്പോൾ അയ്യോ സോറി. ഞാനിത് പറഞ്ഞത് ഓരോരുത്തരും വാളെടുത്തവരൊക്കെ വെളിച്ചപ്പാടാണ്. ഇതിനിടയിലാണ് മെൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ് വേറെ കുറേ ചേട്ടന്മാർ കോടതി പോയിരിക്കുന്നു. കുറച്ച് പേര് തടയുന്നു. എന്താണ് ഇവിടെ നാട്? കുറച്ച് പേര് പറയുന്നു പിന്നെ ഓർഡിനറി ബസ്സെല്ലാം ഫാസ്റ്റാക്കി എന്ന് പറയുന്നു. അതിൻ്റെ ട്രോളുകൾ, അതിൻ്റെ വീഡിയോകൾ. ഞാൻ പറഞ്ഞ വിവാദ വ്യവസായമാണ് കേരളത്തിലെ ഏറ്റവും വലിയ സാധനം. ഇവിടെ എല്ലാവർക്കും വേണ്ടത് എന്താണ്? വിവാദമാണ്. ഓരോ കാര്യത്തിൽ വിവാദം. നല്ലൊരു പദ്ധതി വന്നാൽ സർക്കാർ തന്നെ പറഞ്ഞു ഇത് ഘട്ടം ഘട്ടമായിട്ട് നടപ്പിലാക്കുന്നതാണ്. 1ാം ഘട്ടത്തിലാണ് ഓർഡിനറി ബസ്. അപ്പോൾ സമയം കൊടുക്കണ്ടേ സർക്കാരിന്? സമയം കൊടുക്കാതെ എല്ലാം ഇന്നലെ തന്നെ ചെയ്യണം. ഉടൻ BJP-യുടെ സമരം, മഹിളാ മോർച്ചയുടെ സമരം. ഇനി മഹിളാ മോർച്ച കുറച്ചുകൂടി കടത്തിയൊരു സമരം ചെയ്ത് കളഞ്ഞു. അതാണ് തമാശ. VD സതീശൻ അധികാരത്തിൽ വന്നില്ല. തെരഞ്ഞെടുപ്പിൽ ജയിച്ചതേ ഉള്ളൂ. മെയ് 15-നല്ല വന്നത്. മെയ് 15 കഴിഞ്ഞ ശേഷം ഗവൺമെൻറ് വന്നു. പക്ഷെ മെയ് 15 നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്ത് കളഞ്ഞു. അങ്ങനെയും കുറച്ച് പേരെ പേരിൽ കേസ്. എന്തൊരു നാടാണിത്? എല്ലാം വിവാദമാണ്. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഉണ്ണുന്നത്, ശ്വസിക്കുന്നത്, കഴിക്കുന്നത്, പുറത്ത് വിടുന്നത്, അകത്ത് വിടുന്നത് എല്ലാം 3 അക്ഷരമാണ്: വിവാദം. മലയാളിക്ക് സകല കാര്യവും വിവാദമാണ്. ഒരു കാര്യവും പോസിറ്റീവായി ചെയ്യാനും സമ്മതിക്കത്തില്ല. ആരും പോസിറ്റീവായി ചെയ്യുകയുമില്ല. പോസിറ്റീവായൊരു ചിന്തയുമില്ല. ഇത് കേരളത്തിന് VD സതീശൻ അവർകളോട് എനിക്ക് പറയാനുള്ളത്, കേരളത്തിന് കൃത്യമായ ഒരു ആറ്റിറ്റ്യൂഡനൽ ചേഞ്ചിനുള്ള, മനോഭാവ മാറ്റത്തിനുള്ള, അല്ലെങ്കിൽ സ്വഭാവ മാറ്റത്തിനുള്ള കൃത്യമായ പരിശീലനം സമൂഹത്തിന് കൊടുക്കണം. ഒരു സർക്കാർ ഓഫീസിൽ പോയാൽ നെഗറ്റീവാണ്, ഒരാളെ ഫോൺ ചെയ്താൽ നെഗറ്റീവാണ്. ഞാൻ ഇന്നലെ ഒരു ഓഫീസിൽ ഫോൺ ചെയ്തിട്ട് എനിക്കൊരു വിവരം വേണം. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്ന റിസപ്ഷനിസ്റ്റോട് എൻ്റെ പദവികളും കാര്യങ്ങളും ഞാൻ മുന്നിരുന്നത് എല്ലാം പറഞ്ഞപ്പോൾ അവർ പറയുകയാണ്, ഞാൻ സാറിന് കണക്ട് ചെയ്യാം, പക്ഷേ 10 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കണം. സാറിനെ കണക്ട് ചെയ്യട്ടോ എന്ന് ഞാൻ അകത്ത് ചോദിച്ചിട്ട് പിന്നെ ഞാൻ വിളിക്കുമ്പോൾ കണക്ട് ചെയ്യാമെന്ന്. എന്തൊരു നാടാണിത്? എന്തൊരു സംവിധാനമാണ് ഇവിടെ? അപ്പോൾ മനുഷ്യപ്പറ്റില്ലാത്ത, പോസിറ്റീവായി ചിന്തിക്കാത്ത, ഒരു മനോഭാവമില്ലാത്ത, ഒരു തരം ബ്യൂറോക്രസിയും പിന്തിരിപ്പൻ രാഷ്ട്രീയ നേതൃത്വവും ഒക്കെ കൂടി കൊണ്ടാണ് കേരളം രക്ഷപിടിക്കാത്തത്. പിന്നെ എന്തുകൊണ്ട് കേരളം മുങ്ങിത്താന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ 1 ലക്ഷം കോടി രൂപ വിദേശത്ത് നിന്ന് ഇവിടെ വരുന്നു. അതുകൊണ്ടുള്ള ഒരു ആ പണം ഇവിടെ കിടന്ന് കറങ്ങി നമ്മൾ സുഖമായി
ജീവിച്ചു പോകുന്നു എന്നുള്ളതല്ലാതെ നമ്മുടേതായ കോൺട്രിബ്യൂഷൻ കാർഷിക മേഖലയിൽ ബിഗ് സീറോയാണ്, വ്യവസായ മേഖലയിൽ ബിഗ് സീറോയാണ്, പിന്നെ പാലിൻ്റെ മേഖലയിൽ സീറോയാണ്, പിന്നെ ഓരോ പച്ചക്കറിയുടെ മേഖലയിൽ സീറോയാണ്, നെല്ലിൻ്റെ മേഖലയിൽ നമ്മൾ സീറോയാണ്, എന്തെടുത്താലും നമ്മൾ സീറോയാണ്. ഉപഭോഗത്തിൽ നമ്മൾ മുന്നിലുമാണ്. എങ്ങനെയാണ് ഈ സ്റ്റേറ്റ് രക്ഷപ്പെടുക? ഇവിടെ ഒരു വ്യവസായം നടത്താൻ സമ്മതിക്കത്തില്ല, ഒരു സ്റ്റാർട്ടപ്പ് വരാൻ സമ്മതിക്കത്തില്ല. ഞാൻ ഒരു പാർട്ടിക്കാരെ മാത്രമോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെയോ ട്രേഡ് യൂണിയൻ അങ്ങനെയല്ല പറയുന്നത്. കേരളത്തിൽ ഒരു പോസിറ്റീവായി മറ്റൊരാളിൻ്റെ നന്മ കാണുന്ന, ഒരു നന്മയുള്ള പ്രവർത്തികൾ വരട്ടെന്ന് പറയുന്ന, ഗവൺമെൻറ് നടപ്പിലാക്കുന്ന നല്ല കാര്യങ്ങളെ വിശ്വസിക്കുന്ന, ഗവൺമെൻറ്റിന് സമയം കൊടുക്കുന്ന ഒരു സമീപനം നമുക്കില്ല. നമുക്ക് തട്ടിപ്പും വെട്ടിപ്പും തരികിടയും തിൻതരികിടതുമാണ്. അതിൻ്റെ രാഷ്ട്രീയമാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ വികസന രാഷ്ട്രീയമോ മതേതര രാഷ്ട്രീയമോ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയമോ ജനാധിപത്യ രാഷ്ട്രീയമോ വികസന രാഷ്ട്രീയമോ ഒന്നുമല്ല നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്നത് വിവാദങ്ങളാണ്. ഇന്നലത്തെ സൗജന്യം തന്നെ ഞാൻ പറഞ്ഞു, 10-13 ലക്ഷം ആളുകൾ വളരെ സന്തോഷത്തോടു കൂടി യാത്ര ചെയ്യുമ്പോൾ ഏതോ ഒരമ്മ ബസ് കാത്തു നിന്നപ്പോൾ പ്രൈവറ്റ് ഈ ഓഡ് ടൈമിലാണ് അവർക്ക് ബസ് വന്നില്ല, അവരുടെ കണ്ണ് കഴയ്ക്കുന്നു എന്ന് പറഞ്ഞൊരു വാർത്ത. പിന്നെ വേറെ ചിലർക്ക് 9 മണിക്ക് മുമ്പേ കിട്ടിയില്ല എന്ന് പറഞ്ഞുള്ള വാർത്ത. ചിലർക്ക് ഇത് ടിക്കറ്റ് പിന്നെ കൊടുത്തു. ഇങ്ങനെ 100 കണക്കിന് ബാഡ് ന്യൂസസ് ആണ് കൂടുതൽ കവർ ചെയ്യുന്നത്. കഴിഞ്ഞൊരു ദിവസം ഞാൻ തിരുവനന്തപുരത്ത് മനോഹരമായ രീതിയിൽ 3000 കുട്ടികളോളം പങ്കെടുത്ത, 2000-ലധികം കുട്ടികൾ പങ്കെടുത്ത വളരെ മനോഹരമായ ഒരു പരിസ്ഥിതി പരിപാടി നടന്നു. അവസാനം ചാനലുകളിൽ വാർത്ത വന്നത് അവർ റോഡ് അടച്ചു കെട്ടി അവിടെ പരിപാടി നടത്തി എന്നുള്ളതാണ്. വേറൊന്നും ചിന്തിച്ചില്ല. ഇതൊരു വലിയ അസുഖമാണ് മലയാളിക്ക്. ഗുരുതരമായ ഒരു രോഗ ചികിത്സ മലയാളിക്ക് ആവശ്യമുണ്ട്. മലയാളിയുടെ മനോഭാവത്തിൽ മാറ്റം വന്നല്ലാതെ വിവാദങ്ങൾ തിന്നുന്നതും വിഴുങ്ങുന്നതും ഒമിറ്റ് ചെയ്യുന്നതും മതിയാക്കിയല്ലാതെ കേരളം രക്ഷപ്പെടുന്ന പ്രശ്നമേ ഇല്ല.